നാടിനെ ആകെ നടുക്കിയ ഒരു കൊലപാതകമാണ് വയനാട് ചുണ്ടയിൽ നടന്നിട്ടുള്ളത്. ആ ചുണ്ടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന നവാസ് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. നവാസ് ഒരു റോഡപകടത്തിൽ വാഹനാപകടത്തിൽ മരിച്ചു എന്നായിരുന്നു ആദ്യം എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയും അതിനെ പിന്തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തതിലൂടെയാണ് ഇതൊരു കൊലപാതക സാധ്യതയായി കണ്ടെത്തുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇതിനൊരു കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന പോലീസ് ലഭിച്ചിരുന്നു. പിന്നീട് ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൊല ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് ഇതെന്ന് വ്യക്തമായി. നവാസ് മരിക്കുന്നതിന്റെ തൊട്ടു തലേദിവസം ചുണ്ടയിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഈ പ്രതികളുടെ റെസ്റ്റോറന്റിന് മുമ്പിൽ ഒരു കോഴിത്തല കൂടോത്രം നടന്നതായി CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഈ കോഴിത്തല കൂടോത്രവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലും പോലീസ് അന്വേഷണം നടത്തി. അങ്ങനെയാണ് തുടർന്ന് മറ്റ് CCTV ദൃശ്യങ്ങളെല്ലാം ലഭിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചത്. സംസ്കാരത്തിന് ശേഷമാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. ഈ താർ ജീപ്പ് ഓടിച്ച പ്രതിയായിട്ടുള്ള അജിൻ ഷാദും അതുപോലെ തന്നെ സുബിൻ ഷാദും അതുപോലെ സുബിൻ ഷാദിന്റെ സഹോദരൻ അജിൻ ഷാദും ചേർന്നാണ് കൊല ആസൂത്രണം ചെയ്തതെന്നും ഇരുവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി ആശയവിനിമയം നടത്തി നവാസ് ചുണ്ടൽ ടൌണിൽ നിന്നും എസ്റ്റേറ്റ് റോഡിലേക്ക് പുറപ്പെട്ടതായ വിവരം മൂത്ത സഹോദരനെ ഇളയ സഹോദരൻ അറിയിക്കുകയും തുടർന്ന് അമിത വേഗതയിൽ വന്ന താർ ജീപ്പ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറ്റി കൊല ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് വ്യക്തമായതാണ് കൽപ്പറ്റ DYSP മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആള് ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിൽ രണ്ടുപേര് ജ്യേഷ്ഠനമനിയനും അപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ CI നടത്തി വരുന്നുണ്ട്. ഇത് മോട്ടീവ് ശരിക്കും അവര് പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിലാണ് അവർ തമ്മിൽ. നേരത്തെ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. ചെറിയതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ല, കടകൾ തമ്മിലല്ല, അവർ തമ്മിലുള്ള പേഴ്സണൽ എനിമിറ്റിയാണ്. ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ അതായത് വാഹനത്തിൽ ഒരാളുണ്ടായിരുന്നു സാർ? അതെ, അത് മറ്റാള് രണ്ടുപേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഒരാള് അപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ ജീപ്പിന്റെ എയർ ബാഗ് ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. മുൻപിൽ രണ്ടാളിരുന്നാലേ എയർ ബാഗ് പൊട്ടുള്ളൂ? അതില്ല, എങ്ങനെയായാലും പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ തിയററ്റിക്കലി പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ എഴുതിയിട്ടുള്ളൂ. ആ മേഖലയിൽ ലഹരി കച്ചവടം വ്യാപകമാണ്, അതിന് ഇവർക്ക് പങ്കുണ്ടെന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട്. അതിൽ ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ. വൈത്തിരി CIക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉള്ളത്. ഏതായാലും രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണുണ്ടായത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് വൈദ്യപരിശോധന നടത്തിയ ശേഷം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി കോടതിയിൽ ഹാജരാക്കി അനന്തര നടപടികൾ ചെയ്യും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്ത് കൂടുതൽ ഈ കൊലപാതകത്തിന്റെ തെളിവുകൾ പോലീസ് ശേഖരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രണ്ട് പ്രതികളുടെ അറസ്റ്റോടുകൂടി നാട്ടുകാരെല്ലാം തന്നെ അനിശ്ചിതമായി കാത്തിരുന്ന ഈ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നാടിൽ ഒന്നാകെ ദുഃഖത്തിലായിരുന്ന ഈ നിമിഷത്തിൽ എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ജനങ്ങൾ പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.